മറ്റു വാർത്തകളിലേക്ക്. നാടകത്തിൻ്റെ വസന്തകാലം വീണ്ടും വിരിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ്. വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കഥയുടെ നാടകാവിഷ്കാരത്തോടെയാണ് ഈ രണ്ടാം വരവിന് കളമൊരുക്കുന്നത്. ഭൂമിയുടെയും അനന്തകോടി ലോകങ്ങളുടെയും ശബ്ദത്തെ തിരിച്ചറിഞ്ഞ, സംഗീതത്തെ പ്രണയിച്ച, വിശേഷണങ്ങളുടെ സമചതുരങ്ങളിൽ ഒതുങ്ങാത്ത കാലാതീതനായ ഒരു എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. പ്രപഞ്ചത്തെയും അതിലെ സർവ്വചരാചരങ്ങളെയും ഒരുപോലെ പരിഗണിച്ച വിശ്വസാഹിത്യകാരനെക്കുറിച്ചുള്ള ഈ ഓർമ്മപ്പെടുത്തലിന് പിന്നാലെ സഭാ ആസ്ഥാനമായ POCയിലെ ഓഡിറ്റോറിയം ആസ്വാദകരെ ആ പഴയ നാടകകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരുടെയും ശ്രദ്ധയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു. പെമ്മക്കളുണ്ടെങ്കിൽ അതുങ്ങളെ ഒട്ടും സമയം കഴിയാതെ കൊന്നുകളെ. അത് ഏത് പ്രായത്തിലുള്ളതാവട്ടെ, ഏത് ബൈക്കുള്ളതാവട്ടെ, കൊല്ലണം. കണ്ടുണ്ട വെട്ടണം, വെട്ടി 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 മറക്കണം. ശ്രീമാൻ ഒറ്റക്കണ്ണം പോക്കർ. വെറും പോക്കിന് മതി. ഓ, ശ്രീജിത്ത് പോക്കർ, താങ്കളുടെ വൈകാരിക വിമിഷ്ടങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ ഇത്രയും ഹിംസാത്മകവും സ്ത്രീവിരുദ്ധവുമായ ഒരു പ്രസ്താവന ഈ ഭൂമികയുടെ ചരിത്രകാരൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെ പകർത്തിരിക്കും? ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിന്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ ഏറ്റവും ലളിതമായി അവതരിപ്പിച്ചു തന്നെയാണ് ബഷീർ കാലാതിവർത്തിയായത്. മൂലകൃതിയോടും അതിന്റെ ഉടയോനോടും അങ്ങേയറ്റം നീതി പുലർത്തി നാടകരചന നിർവഹിച്ച ഹേമന്ത് കുമാറും സംവിധായകൻ രാജേഷ് ഇരുളവും. എല്ലാരും ആ പൊന്നിന്റെ കളി നോക്കുമ്പോ ഓന്റെ നോട്ട് എവിടെ നോക്കി നോക്കി CR മഹേഷ് MLA സാഹിതിയുടെ ചുമതലയേറ്റതിനു ശേഷമുണ്ടായ പ്രഥമ സംരംഭത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വവും ഒപ്പം നിന്നു. POC ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിനു മുന്നിലാണ് നാടകം അവതരിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ 3 പേരും വിജ്ഞാന കുതികയായ ആ ചെറുപ്പക്കാരത്തെ വിദ്യ അഭ്യസിക്കണമെന്ന പഠനോത്സാഹത്തെ ഹനിച്ചു. നിങ്ങൾ എഴുതുന്നതൊന്നും ഒരാള് മാറ്റിയെടുക്കൂല. ഇത്രയും ബുദ്ധി വെക്കണ്ടേ നിങ്ങൾ പറയുന്നത് മനസ്സിലാവില്ല. പിന്നെ വരാൻ പോണ കാലത്തെ പേഴ്ക്കൂസികൾക്ക് തിരിച്ചാ തിരിയോ? നിങ്ങളൊരു കലാകാരന്റെ മുകളിലെ നൂലിൽ എന്തുദ്ദേശിച്ചു? ഓന്റെ തലയിൽ വെച്ച കലാപോക്കച്ചെറിയാണ്. അത് ഞമ്മളെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.